ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് താറാവ് പെപ്പർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താറാവ് പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ 1/2 kg താറാവിറച്ചി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ താറാവിറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നാരങ്ങ നീര്, പാകത്തിനുള്ള ഉപ്പുപൊടി, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇവ ചേർത്ത് താറാവിറച്ചി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. താറാവിറച്ചി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന താറാവിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. താറാവിറച്ചിക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. താറാവ് പെപ്പർ ഫ്രൈയുടെ കളറൊക്കെ മാറി ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ താറാവ് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.